ഇപ്പോൾ ചർച്ച ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാറാണ്. ആ കരാറിൽ എന്താണുള്ളത്? അത് ലെബനനിൽ സമാധാനം കൊണ്ടുവരുമോ? ഇത് യുദ്ധത്തിന്റെ അവസാനമാണോ? ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധം ഒടുവിൽ അവസാനിക്കുകയാണോ? ഇന്ന് നവംബർ 26 ഒരു നിർണായക ദിവസമാണെന്ന് തന്നെ പറയാം. യുദ്ധകലുഷിതമായ ഭൂമികയിൽ പ്രതീക്ഷയുടെ ഒരു ദിനം. തത്വത്തിൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ മന്ത്രിസഭ നീങ്ങുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 3700-ലധികം പേർ. രക്തം ചിതറിയ നീണ്ട നാളുകൾക്ക് ശേഷം പ്രതീക്ഷയുടെ കിരണം. തിങ്കളാഴ്ച 1 മണിക്കൂറിനുള്ളിൽ ലെബനനിലുടനീളം നിരവധി ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ തകർത്ത് ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വെടിനിർത്തലിനെ കുറിച്ചുള്ള വാർത്ത വന്നത്. അതായത് US പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തിയിരുന്ന ഈ കരാറിൽ എന്താണുള്ളത്? നിർദ്ദിഷ്ട കരാർ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ? പരിശോധിക്കാം. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ എന്താണ് ഉള്ളത് എന്ന് ആദ്യം നോക്കാം. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സമ്മതം മൂളിയതായി സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ചോദ്യം ഇതാണ്, US ഇടനിലക്കാരായ ഇടപാടിൽ എന്താണുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇടനിലക്കാരായ കരാർ ആരംഭിക്കുന്നത് 2 മാസത്തെ വെടിനിർത്തലോടെയാണ്. ഈ സമയത്ത് ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറുകയും ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ തെക്കൻ അതിർത്തിയിൽ സായുധ സാന്നിധ്യം അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത് ഇസ്രായേലിന്റെ അതിർത്തിയിൽ നിന്ന് 18 മൈൽ അകലെയാണ്. ഇരുവശത്തുമുള്ള സൈനികരുടെ പിൻവലിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനകം നിലവിലിരിക്കുന്ന UN നിരീക്ഷക സേനയ്ക്കൊപ്പം ആയിരക്കണക്കിന് ലെബനീസ് ആളുകളെയും പ്രദേശത്തേക്ക് വിന്യസിക്കും. പൂർണ്ണമായും സാധ്യമല്ലെങ്കിലും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 1 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാറിന്റെയും 2006 പാസാക്കിയ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 നടപ്പാക്കൽ നിരീക്ഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഒഴിപ്പിക്കപ്പെട്ട തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും ലെബനൻ പൗരന്മാർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാനും കരാർ അനുവാദം നൽകുന്നു. കൂടാതെ ഹിസ്ബുള്ളയിലേക്ക് ഒന്നും എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ ആയുധ വാങ്ങലുകളുടെയും അതുപോലെ തന്നെ ആയുധ നിർമ്മാണത്തിന്റെയും മേൽനോട്ടം വഹിക്കാൻ ലെബനൻ പ്രതിജ്ഞാബദ്ധമാണ്. ഈ കരാർ ഏറെക്കുറെ അന്തിമഘട്ടത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വാഷിംഗ്ടണിലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കൽ ഹെർസോഗ് ഇസ്രായേലി ആർമി റേഡിയോയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ കരാർ ഏറെക്കുറെ അന്തിമഘട്ടത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. ഉദാഹരണത്തിന്, ഹിസ്ബുള്ള തങ്ങളുടെ കരാർ ഉടമ്പടി ലംഘിക്കുന്നുവെങ്കിൽ ലെബനനിൽ ആക്രമണം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. എന്നാൽ അത്തരമൊരു കരാറിന് സമ്മതിക്കുന്നത് ലെബനന്റെ പരമാധികാരത്തെ ലംഘിക്കുമെന്ന് ലെബനൻ അധികൃതർ പറയുന്നു. ആക്രമണത്തിന് സമ്പൂർണ്ണ അവസാനം ഉണ്ടാവാത്തതും ലെബനന്റെ പരമാധികാരം സംരക്ഷിക്കാത്തതുമായ ഒരു കരാറും തീവ്രവാദ സംഘം അംഗീകരിക്കില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് നെയിം കാസിമും പറഞ്ഞു. അതേസമയം ലെബനനിൽ നിന്ന് ഭീഷണി ഉണ്ടായാൽ പ്രവർത്തിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കുമെന്ന് USഉം പറയുന്നു. കരാർ നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന അന്താരാഷ്ട്ര ബോഡിയുടെ തലവനാകുന്നത് US ആയിരിക്കുമെന്നും അതുപോലെ ഫ്രാൻസും ഇതിൽ പങ്കാളിയാകുമെന്നും വെടിനിർത്തൽ കരാർ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് പാനലിന്റെ ഭാഗമാകുന്നത് എന്ന കാര്യത്തിൽ ലെബനനും ഇസ്രായേലിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അവിശ്വാസം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ ഫ്രാൻസിനെ എതിർത്തു. മറുവശത്ത് ബ്രിട്ടനെ ലെബനനും നിരസിച്ചു. അടുത്ത ചോദ്യം ഇതാണ്: വെടിനിർത്തൽ കരാർ നെതന്യാഹു അംഗീകരിച്ചിട്ടുണ്ടോ? മാസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തത്വത്തിൽ ഇത് അംഗീകരിച്ചതായും ടെൽ-അവീവിൽ ഒരു ഉന്നതതല സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചുകൂട്ടിയതായും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നിരുന്നാലും ഹിസ്ബുള്ളയ്ക്കെതിരായ യുദ്ധത്തിന്റെ അവസാനമല്ല, ശത്രുതയുടെ വിരാമമാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥൻ ഊന്നി പറഞ്ഞു. ഇത് എത്രത്തോളം നിലനിൽക്കുമെന്ന് അറിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. അത് 1 മാസമാകാം, 1 വർഷമാകാമെന്നും. ഇനി വെടിനിർത്തൽ കരാറിനോട് മറ്റുള്ളവർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. ഈ കരാർ അംഗീകരിക്കാൻ നെതന്യാഹു തയ്യാറാണെങ്കിലും എല്ലാവരും അതിൽ സന്തുഷ്ടരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വിർ ഇതിനെ വലിയ അബദ്ധമെന്ന് വിളിക്കുകയും ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ചരിത്രപരമായ അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്നും പറഞ്ഞു. ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ച ബെന്നി ഗാൻസ് വെടിനിർത്തൽ കരാറിന്റെ വിശദാംശങ്ങൾ പരസ്യമാക്കാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോരാളികൾക്കും ഇസ്രായേലിലെ പൗരന്മാർക്കും എല്ലാവർക്കും ഇതറിയാനുള്ള അവകാശമുണ്ടെന്നും ഗാൻസ് വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ചില വടക്കൻ നിവാസികൾ വെടിനിർത്തൽ ശരിയായ വഴിയാണോ എന്ന ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്.
ഹിസ്ബുള്ള പൂർണ്ണമായും ഇല്ലാതാകാത്തിടത്തോളം കാലം ഒരു കരാറിൽ ഒപ്പിടുന്നത് ഗുരുതര തെറ്റായിരിക്കുമെന്ന് മലോട്ട് തർഷിഹിയിൽ നിന്ന് AFPയിലേക്ക് ഒരു ഇസ്രായേൽ ലെബനീസ് വിദ്യാർത്ഥിനിയായ മറിയം യൂനസ് പറഞ്ഞു. ഹിസ്ബുള്ളയുടെ കൈവശം ആയുധങ്ങൾ ഉള്ളിടത്തോളം കാലം ഒരു കരാറിൽ ഒപ്പിടുന്നത് തെറ്റാണ് എന്നും മറിയം പറയുന്നു. എന്നാൽ ഷ്ലോമിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരു അധ്യാപിക ഡോറിറ്റ് സിസൺ പറഞ്ഞത് ഒരു വെടിനിർത്തൽ ആവശ്യമില്ല, കാരണം പ്രഖ്യാപിച്ച രീതിയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ 5 വർഷത്തിനുള്ളിൽ തങ്ങൾ അതേ പ്രതിസന്ധിയിലെത്തുമെന്നാണ്. ഇങ്ങനെ പൊതു അഭിപ്രായങ്ങൾ പലതാണ്. ഇനി മേഖലയിൽ വെടിനിർത്തൽ കൊണ്ട് സമാധാനം തിരിച്ചു വരുമെന്നാണോ കരാർ അർത്ഥമാക്കുന്നത്? ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടായാൽ യുദ്ധം തകർത്ത ഈ ഒരു പ്രദേശം ശാന്തമാകും. എന്നാൽ ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വെടിനിർത്തൽ ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ അത് സിറിയയിലേക്കും ഇറാഖിലേക്കും വ്യാപിക്കുമെന്ന് ചില മുന്നറിയിപ്പുകളുമുണ്ട്. സിറിയയിലെ ഇറാനുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾക്ക് നേരെ ഇസ്രായേൽ പതിവായി വ്യോമാക്രമണം നടത്തുകയും അതുപോലെ ഇറാഖിൽ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകൾ ഇടയ്ക്കിടെ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്താറുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. വെടിനിർത്തൽ കരാറും തുടർ നടപടികളും വളരെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. രക്തം ചീന്തിയുള്ള യുദ്ധമുഖങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു വിരാമമാകുമോ? വരും ദിവസങ്ങൾ ഇതിനുള്ള ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.